ക്രീമേഷൻ കഴിഞ്ഞ് തിരിച്ചു പോരാൻ നേരം അവൻ കുഞ്ഞിനെയും കൊണ്ട് ആരോടും പറയാതെ ഒറ്റ പോക്കായിരുന്നു. എവിടേക്ക്? അതറിയില്ല മോളെ, എന്നോടൊന്നും പറഞ്ഞില്ല. കുഞ്ഞില്ലാതെ മോളുടെ അടുത്തേക്ക് എങ്ങനെ തിരിച്ചു വരുമെന്നോർത്ത് പേടിച്ച് നിൽക്കുകയായിരുന്നു ഞാൻ. അവൻ വന്ന് ഇറങ്ങിയപ്പോഴാണ് എനിക്ക് സമാധാനമായത്. എങ്ങോട്ടാ പോയതെന്ന് ചോദിച്ചില്ലേ? ഇല്ല മോളെ, ആദ്യം കുഞ്ഞിനെ നിന്റെ അടുക്കൽ തിരിച്ചെത്തിക്കാനാണ് ഞാൻ നോക്കിയത്. പോകെ പോകെ ഇത് പ്രശ്നമാവോ മോളെ? അവസാനം ഇത് നിന്റെ കുഞ്ഞാണെന്ന് ആരോടും പറയാൻ പറ്റാത്ത ഒരു ദുരവസ്ഥയിലേക്കാവോ എല്ലാരും കൂടി കൊണ്ടെത്തിക്കാൻ പോകുന്നത്? ഇപ്പൊ തന്നെ കുഞ്ഞിനോട് അവന് വല്ലാത്തൊരു പൊസസീവ്നെസ് ഉണ്ട്. തരുണാണെങ്കിൽ കുഞ്ഞിനെ കൈയും താഴെ വെക്കുന്നേയില്ല. പോകെ പോകെ ഇത് കൂടി വരുമോന്ന എൻ്റെ പേടി മോളെ. എല്ലാം ഇപ്പൊ തന്നെ തുറന്നു പറഞ്ഞാലോ? ഈ ആശുപത്രിയിൽ നിന്നെങ്കിലും ഇവളെ സുരക്ഷിതമായി പുറത്തെത്തിക്കാൻ നോക്കാം. എന്നിട്ട് ആലോചിക്കാൻ ബാക്കിയല്ല. ഇനി ആലോചിക്കാൻ ഒന്നുമില്ലടോ. ഇനി അവൻ പുറത്തിറങ്ങുന്നത് അവന്റെ അച്ഛന്റെ ചിത കത്തിക്കാനായിരിക്കും. അതോടെ അവന്റെ പത്തി എന്നേക്കുമായി താഴും. ചില കണക്കുകൾ എനിക്കും തീർക്കാനുണ്ടായിരുന്നു. അതിനുള്ള അവസരം ഒപ്പിച്ചു വന്നേക്കണേ. നേരിട്ട് തീർക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താ, അവൻ ജയിലിൽ അനുഭവിച്ചാ പോരെ? അത് മതി. അല്ലെങ്കിലും ഇനി നേരിട്ട് തീർക്കാൻ ഞാനില്ല. എന്താടോ, പേടിച്ചിട്ടാണോ? പേടികൊണ്ടല്ല, പിരിയുന്നതുവരെ സർവീസിൽ തുടരണമെന്നുണ്ട്. നേരിട്ടാവുമ്പോൾ എന്തെങ്കിലും സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. വല്ല അംഗഭംഗവും വന്ന് സർവീസിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നാൽ ആ പേരെ ബാക്കി കാണും. ഇവന്റെയൊക്കെ അടികൊണ്ട് ജോലി ചെയ്യാൻ പറ്റാതെ വിട്ടുപോകുന്ന പോലീസുകാരനായി മരണം വരെ കഴിയേണ്ടി വരില്ലേ? അതുകൊണ്ട് നമുക്ക് ആ പണി വേറെ ആരെങ്കിലും ഏൽപ്പിച്ചാൽ മതി സാറേ. ഏൽപ്പിച്ച് കഴിഞ്ഞടോ. ജയിലിൽ വെച്ച് തന്നെ പിള്ളേരെ അവനെ പഞ്ഞിക്കിട്ടോളും. ആണോ? എടോ, താൻ പിന്നെ എന്താ കരുതിയേ? എടോ, 3 നേരം ഭക്ഷണവും 1,500 രൂപ കൂലിയും വാങ്ങി അവനെ ജയിലിനുള്ളിൽ ജീവിച്ചു പോവാൻ ഞാൻ അനുവദിക്കുമെന്നോ? തല പൊക്കുമ്പോഴേ അവനെന്നെ തല്ലുറപ്പാ. തല്ലുമ്പോ ഈ സാബുവിന്റെ വകയാണെന്നും പറഞ്ഞ് ഒരടി കൂടുതൽ കൊടുക്കാൻ പറഞ്ഞേക്കണേ. ഡൽഹി കേസ് എന്തായി? ദർശന്റെ സുഹൃത്തിന്റെ മകൾ പകർത്തിയ വീഡിയോയിലല്ലാതെ വേറെ എവിടെയും അവളെ സ്പോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. സമയം കണക്കാക്കിയ ഇപ്പൊ ഏതെങ്കിലും ആശുപത്രിയിലാവുമല്ലോ. അതെ, അതുകൊണ്ട് തന്നെ ദില്ലിയിലെ ആശുപത്രികൾ മുഴുവനും നമ്മൾ അരിച്ചു പറക്കിയിരുന്നു. എന്നിട്ട് അവളോട് സാദൃശ്യമുള്ള ഒരാളെ ഒരിടത്ത് കണ്ടെത്തി. പക്ഷേ പറഞ്ഞേൽപ്പിച്ച കഴുതകൾക്ക് നേരിട്ട് വെരിഫൈ ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ ആശ്വാസമുള്ളൊരു വാർത്ത അറിഞ്ഞു. ആ പെണ്ണിന്റെ കുഞ്ഞ് പ്രസവത്തോടെ മരിച്ചു. ഉറപ്പാണല്ലോ സാറേ? സാറിന്റെ ആളുകൾ പുറകെ ഉണ്ടെന്ന് വേദയ്ക്കറിയില്ലേ? അറിയരുതെന്ന് പ്രത്യേകം ഞാൻ പറഞ്ഞിരുന്നു. എന്താ അങ്ങനെ പറഞ്ഞത്? സാറേ, പല കേസുകളിലും നമ്മൾ ഔട്ട് ഓഫ് സ്റ്റേറ്റ് അന്വേഷിക്കാൻ പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ ആവർത്തിക്കുന്ന ഒരു തെറ്റുണ്ട്. അന്വേഷിക്കുന്ന ആളുകളെ കണ്ടെത്തുന്നത് എളുപ്പമാക്കാൻ ചില ലോക്കൽസിനെ കൂടി കൂട്ടുവിളിക്കും. അവർക്കിങ്ങനെ രഹസ്യമായി അന്വേഷിക്കുന്ന രീതിയൊന്നും അറിയില്ല. നേരിട്ട് കാര്യം തിരക്കും. അന്വേഷിക്കുന്ന വിവരം നമുക്ക് കണ്ടെത്തേണ്ട ആള് അറിയുകയും ചെയ്യും. അങ്ങനെ എന്തെങ്കിലും ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? എന്നുവെച്ചാ താനെന്താ ഉദ്ദേശിക്കുന്നത്? കുഞ്ഞു മരിച്ചുപോയി എന്ന് വേദം മനഃപൂർവ്വം അന്വേഷിക്കുന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചതാണെങ്കിലോ?
മോളെ, ഞാൻ മോള് പറഞ്ഞതിനെ പറ്റി എല്ലാം ആലോചിച്ചു. നിന്നെ ഡിസ്ചാർജ് സമ്മറി വരുമ്പോ ആശുപത്രി രേഖകളിൽ കുട്ടിയുടെ പേരൻസിന്റെ സ്ഥാനത്ത് തരുണും രാധികയായിരിക്കും. ആ രേഖകൾ മാറ്റിയെടുക്കാന്നൊക്കെ പറഞ്ഞ അത്ര എളുപ്പമല്ല മോളെ. അതൊക്കെ സാങ്കേതികമായ കാര്യങ്ങളല്ലേ അമ്മേ? അതിലും പ്രധാനമല്ലേ ജീവൻ? രാധികയുടെ മരണത്തിന്റെ ഷോക്കിൽ നിന്നും അമ്മയുടെ മകനൊന്ന് സ്വസ്ഥാവട്ടെ. സംഭവിച്ചതെല്ലാം ഞാൻ തന്നെ പറഞ്ഞോളാം. നാളെ ഡിസ്ചാർജ് കഴിയുമ്പോൾ നീ എന്ത് ചെയ്യും മോളെ? നാളെ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ നീ കുഞ്ഞുമായി വേറെ വഴിക്ക് പോയാ അത് പെട്ടെന്ന് അംഗീകരിക്കാൻ തരുണിന് പറ്റുമെന്ന് തോന്നുന്നുണ്ടോ മോളെ? എന്തിന്? അവൻ ഈ കുഞ്ഞിനെ നിനക്ക് വിട്ടുതരുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനൊരു നാടകം ഈ ഹോസ്പിറ്റലിൽ വെച്ച് നടക്കുന്നതും ഈ കുഞ്ഞിന് തന്നെയാ ദോഷം ചെയ്യാമ്മേ. അപ്പൊ പിന്നെ നീ എന്ത് ചെയ്യും മോളെ? കുഞ്ഞിനെ ഫീഡ് ചെയ്യണ്ടേ? തൽക്കാലം ഒരു വഴിയേ ഉള്ളൂ. കുറച്ചു കാലം കൂടി ഈ കുഞ്ഞിനെ നോക്കാനെന്നുള്ള പേരില് ഞാൻ നിങ്ങളോടൊപ്പം വരണമെന്ന് അമ്മ തരുണിനോട് പറയണം. വീട്ടിലെ അന്തരീക്ഷമാകുമ്പോ കാര്യങ്ങളെല്ലാം തരുണിനെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കുറെ കൂടി എളുപ്പമാണ്. എന്നെ ഒരു ജോലിക്കാരിയായിട്ട് കണ്ടാൽ മതി. ഞാൻ എങ്ങനെ നിന്നോട് ചോദിക്കുമെന്ന് കരുതി ഏറെ വിഷമിച്ച ഒരു കാര്യം മോളെ നീ ഇപ്പൊ എന്നോട് ചോദിച്ചു. ഒരു മകളുടെ സ്ഥാനത്തെ ഞാൻ നിന്നെ കണ്ടിട്ടുള്ളൂ. ജോലിക്കാരിയായിട്ടല്ല, ഒരു മകളായിട്ട് തന്നെ വന്നാ മതി. ആഹാ, എന്താണ് ഇവിടെ ഒരു കരച്ചിലും കെട്ടിപ്പിടുത്തൊക്കെ? നാളെ ഡിസ്ചാർജ് അല്ലേ? എനിക്ക് നൈറ്റാ. ഡോക്ടർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. മാഡം ഒന്ന് എന്റെ കൂടെ വരുമോ? ആ, വരാം മോളെ, ഞാൻ ഇപ്പൊ വരാം. തൽക്കാലം കുറച്ച് ദിവസത്തേക്ക് അമ്മയും മോളും കൂടി ഒരു വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇന്ന് മോളെയും കൊണ്ട് എങ്ങോട്ടോ പോയ ഒരാളില്ലേ, ആ ആളിന്റെ അടുത്തേക്ക് നമുക്ക് എല്ലാ കാര്യവും പറയണം. മോൾക്ക് മോളുടെ അച്ഛനെ കണ്ടെത്തി തരാൻ എന്ത് സഹായമാണ് ചെയ്തു തരാൻ പറ്റാന്ന് ചോദിക്കണം. എന്നിട്ട് അമ്മയ്ക്കും മോൾക്കും കൂടി അച്ഛനെ കാണാൻ പോണം. അച്ഛന്റെ കയ്യിലേക്ക് മോളെ വെച്ച് കൊടുത്തിട്ട് അമ്മയ്ക്ക് പറയണം, എന്റെ വിക്രമാദിത്യ, ഇതാ വേതാളം ഇത്രയും കാലം കാത്തു രക്ഷിച്ച നിന്റെ ചക്കര വിക്രക്കുട്ടിയെന്ന്. കുറച്ചുകൂടെ
ജയിൽ ചോറ് ഇപ്പൊ ബലിച്ചോറായല്ലടാ. അത് ശരി, പിണ്ടച്ചോറ് ഉരുട്ടി വെച്ചിട്ടേ ചിലരൊക്കെ ഇവിടെ ഉണ്ണത്തുള്ളൂ അല്ലേ? ജീവിച്ചിരുന്നപ്പോഴോ ഒരു ഉരുള ചോറ് കൊടുത്തില്ല. ചത്തിട്ടെങ്കിലും കൊടുക്കട്ടെ എന്ന് വെക്കേ. കാക്കയ്ക്ക് പകരം വല്ല പട്ടിയോ പൂച്ചയോ ഒന്ന് നക്കിയാൽ എന്ത് ചെയ്യും? പട്ടി നക്കിയ പിണ്ടം പോലെ എന്ന് കേട്ടിട്ടില്ലേ? ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചു കഴിഞ്ഞാലും ചിലരുടെ ജീവിതം അങ്ങനെയാ. പട്ടി നക്കിയ പിണ്ടം പോലെ. വിക്രം അവിടെ എല്ലാരും തല്ലി ചതയ്ക്കുന്നു സാർ. അതുകൊണ്ട് അന്ന് അവനെ എല്ലാരും കൂടി പഞ്ഞി കിട്ടപ്പോ തനിക്ക് തടയാൻ തോന്നിയില്ലല്ലോ. ഇന്ന് അവനെ ഒറ്റയ്ക്ക് വിട്ടേക്കും. തീർക്കാനുള്ളതെല്ലാം അവൻ ഒറ്റയ്ക്ക് തീർത്തോളും. എല്ലാം കഴിയുമ്പോഴേ എടുത്തുകൊണ്ട് സെല്ലിട്ടാ മതി. എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കാൻ ഞാൻ. ഇനി എന്റെ നേരെ വന്ന ജീവനോടെ നീയൊന്നും ഈ ജയില് വിട്ടു പോവില്ല. മാഷൊന്നും പറഞ്ഞില്ല. തന്റെ ഈ ചോദ്യത്തിന് ഞാൻ എന്താ പറയേണ്ടത്? എന്റെ ഒരു ആശ്വാസത്തിനല്ലേ മാഷെ. മാഷ് ഉത്തരം പറ. തനിക്ക് എന്താ കമല? എന്തിനാ ഇപ്പം മരണത്തെപ്പറ്റി ചിന്തിക്കുന്നത്? അതിന് തനിക്ക് അത്രമാത്രം പ്രായമൊന്നും ആയിട്ടില്ല. മനുഷ്യന്മാരെ മരിക്കുന്നത് പ്രായമായിട്ട് മാത്രല്ലോ മാഷെ. സമയാവുമ്പോ ഉള്ളിന്നൊരു തോന്നല് വരും. എനിക്ക് ഈയിടെയായിട്ട് അങ്ങനെയൊന്നും തോന്നാറുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ മാഷിനോട്? സ്വപ്നം കണ്ട മനുഷ്യരൊക്കെ മരിക്കാറാണോ പതിവ്? അല്ല മാഷെ, എനിക്കറിയാം ഈ കൂടൊഴിഞ്ഞു പോവാറായി. അങ്ങനെ സംഭവിച്ച മാഷ് ഞാൻ പറഞ്ഞത് ചെയ്യൂ. അത് അപ്പം ആലോചിച്ചാ പോരെ? വിക്രം പുറത്തു വന്നിട്ട് വിക്രത്തിന്റെ മേധയുടെ കൂടെ കുറെ കാലം കൂടി നിനക്ക് ജീവിക്കണമെന്നില്ലേ? ആഗ്രഹം ഉണ്ടായതുകൊണ്ട് കാര്യമില്ലല്ലോ മാഷെ. ആയുസ്സും അതിനനുവദിച്ച് കിട്ടണ്ടേ?
അങ്ങനെ സംഭവിച്ച ഞാൻ പറഞ്ഞതുപോലെ മാഷ് ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കരുത്. എനിക്കറിയാം മാഷിന് ഒറ്റയ്ക്ക് താമസിക്കാൻ പാടാ. എല്ലാത്തിനും ആള് വേണം. വിശുദ്ധിന്റെ കൂടെ പോയാ മതി. ശ്രീജ മാഷിനെ സ്വന്തം അച്ഛനെ പോലെ നോക്കിക്കോളൂ. മാഷ് പോയില്ലേ? പോകൂന്ന് എനിക്ക് വാക്കതാ. ഏതായാലും ഉടനെ നീ മരിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ വാക്ക് തരാനും പോകുന്നില്ല. ചിലപ്പോ മാഷ് എങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്നോർത്ത് സങ്കടപ്പെട്ട് മരിക്കാനായിരിക്കും എന്റെ വിധി. എങ്കിൽ ആ വിധി നിനക്കിരിക്കട്ടെ. അച്ഛാ, അച്ഛാ, എന്താ? അച്ഛനോട് ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. ആ, വരാം. എന്താ? അച്ഛാ, ഞങ്ങളിനി എന്താ വേണ്ടത്? തിരിച്ചു പൊയ്ക്കോളൂ. വേറെ ചടങ്ങൊന്നുമില്ല. ദയിപ്പിക്കാൻ മാത്രമേ പാടൂ എന്നും വേറെ ചടങ്ങുകൾ അരുതെന്നും അവൾ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു. ചടങ്ങ് നടത്തുന്നില്ലെങ്കിൽ വേണ്ട, വെറുതെ അതിനുള്ള കാശ് കളയണ്ടല്ലോ. ഞാൻ ഉദ്ദേശിച്ചത് മതി ഉദ്ദേശിച്ചത്. എല്ലാവർക്കും സമയമായെങ്കിൽ പോവാം. അച്ഛാ, അച്ഛൻ ഞങ്ങളുടെ കൂടെ വരണം. അമ്മയുടെ ആഗ്രഹപ്രകാരമാണല്ലോ ചടങ്ങുകൾ നടത്താത്തത്. അതുപോലെ അമ്മയുടെ ആഗ്രഹമായിരുന്നു ഇതും. അമ്മ എന്നെ വിളിച്ച് സംസാരിച്ചിരുന്നു. അച്ഛനോട് പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞു. അച്ഛൻ ഇവരുടെ കൂടെ തന്നെ പോകണമെന്നാണ് എന്റെയും അഭിപ്രായം. അല്ല, അമ്മയുടെ ഇഷ്ടമാണല്ലോ നമുക്ക് പ്രധാനം. അതാ അങ്ങനെ പറഞ്ഞത്. ഞാനില്ല വിശ്വം. എനിക്കും ഇവിടെ നിന്ന് അങ്ങനെ പെട്ടെന്ന് പോരാൻ പറ്റില്ല. അമ്മയുടെ ഓർമ്മകളുള്ള വീടെന്നൊന്നും പറയണ്ട. അത് ജപ്തി ചെയ്ത് പോയില്ലേ? നീ ഒന്നും ഉണ്ടായിരിക്കും. ഒറ്റയ്ക്ക് ഇങ്ങനെ ജീവിക്കാൻ പാടില്ല അച്ഛാ. എനിക്കൊരു പാടുമില്ല. ഇക്കാര്യത്തിൽ വാശി വേണോ അച്ഛാ? നീയും നിന്റെ ബിസിനസ്സും അതിന്റെ തിരക്കുകൾക്കിടയില് അത് ശരിയാവില്ല വിശ്വം. അവളങ്ങനെ പറഞ്ഞിരുന്നു എന്നുള്ളത് ശരിയാ. എന്നാലും അത് വേണ്ട. എന്നാ പിന്നെ ഞങ്ങളിവിടെ നിൽക്കാം. അപ്പോഴും അപ്പം നിങ്ങളുടെ ബിസിനസ് ആര് നടത്തും? അതിനേക്കാൾ വലുതല്ലേ അച്ഛാ സമാധാനം. മിനിലേക്കും ഓഫീസിലേക്കും ഇവിടുന്ന് പോയി വരാം. പോകും മുമ്പ് വിക്രം കൂടി എന്നോടത് പറഞ്ഞിരുന്നു. ഞാനൊന്ന് ആലോചിക്കട്ടെ.
അമ്മേ മോളെവിടെ? അതെ, ഡോക്ടർ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പറഞ്ഞു. നമ്മുടെ കൂടെ ഈ മുറിയിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നില്ലേ, ആ കുട്ടിയോട് ഡോക്ടർ സമ്മതം ചോദിച്ചു. അത് വേണ്ടിയിരുന്നില്ല അമ്മേ. അതെന്താ? അതൊരു അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നിയത്. അല്ല, ആ കുട്ടിയുടെ കുഞ്ഞല്ലേ മരിച്ചുപോയത്? അതെ, പാവം. എൻ്റെ മുഖം ഓർത്താ സങ്കടം വരും മോനെ. ഞാനേ പിന്നീട് ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞ്. അവൾക്ക് സത്യത്തിൽ ആരുമില്ല മോനെ. ഇവിടെ അടുത്തൊരു കോൾ സെന്ററിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ഫ്രണ്ടിനെയും കൂട്ടിയെ പ്രസവിക്കാൻ തന്നെ വന്നു. അപ്പൊ അവരുടെ ഹസ്ബൻഡും വീട്ടുകാർക്ക് എവിടെ? ഹസ്ബൻഡിന്റെ കാര്യമൊന്നും പറയാതിരിക്കുവോ ഭേദം. കുറെ കാലമായിട്ട് ആ കുട്ടിയുടെ ഹസ്ബൻഡിനെ പറ്റി ഒരു വിവരവും. തൊട്ടു പിന്നാലെയാണ് ശത്രുക്കളും. ശത്രുക്കളോ? ഈ ബന്ധുക്കൾ തന്നെ ശത്രുക്കളായി മാറുമെന്നൊക്കെ കേട്ടിട്ടില്ലേ? ആ ദുരവസ്ഥയാ മോനെ ആ കുട്ടിക്ക്. ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ? കുറച്ച് നാളത്തേക്ക് ആ കുട്ടിയെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോയാലോ? അമ്മ എന്തൊക്കെയാ ഈ പറയുന്നേ? അവരെന്തിനാ നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നേ? എടാ, നമ്മുടെ കുഞ്ഞിനിപ്പോ ആവശ്യം ഒരു അമ്മയുടെ സാന്നിധ്യമാ. അതിനെ പാലൂട്ടാനും ഒരാൾ വേണ്ടേ?